ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഈ വെള്ളിയാഴ്ച ദിവസം രാവിലെ മോർണിംഗ് വൈബ്സ് എത്തുമ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം ഇന്ത്യ 2020 ലോകകപ്പിന്റെ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി അർദ്ധരാത്രിയായിരുന്നു ആ കളി പൂർത്തിയായത്. നമുക്കറിയാം വിൻഡീസിൽ അവിടെ ഗയാനയിലാണ് മത്സരം നടന്നത്. ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ എത്തുമ്പോൾ ദക്ഷിണാഫ്രിക്ക എതിരാളികളായി എത്തുന്നു. ഇനി മറ്റു വാർത്തകളും ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും മഴ അതിങ്ങനെ സംസ്ഥാനത്ത് ദിവസങ്ങളായി ഉണ്ടായിരുന്നു. മഴക്കെടുതി രൂക്ഷമായിരുന്നു, വെള്ളക്കെട്ട്, കടലാക്രമണം, അങ്ങനെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടുകയായിരുന്നു നമ്മൾ മലയാളികൾ. പക്ഷേ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ട് നേരിയ തോതിൽ. പക്ഷെ അപ്പോൾ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴ മാറിയെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ മഴയ്ക്കൊരു ശമനമുണ്ട് എന്ന് തോന്നുന്നു. രാവിലെ ശക്തമായ മഴ പരക്കെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഒപ്പം രാഷ്ട്രീയ വാർത്തകൾ വരുന്നു. കളിക്കാവളയിലെ കൊലപാതകത്തിന്റെ ചുരുളുകൾ കൂടുതൽ വ്യക്തമാകുന്നു. ഈ കാഴ്ചകളിലേക്കൊക്കെ മോർണിംഗ് വൈബ്സ് എത്തും. നമുക്ക് ആദ്യം തന്നെ നമുക്ക് പോകാം. 2020 ലോകകപ്പിന്റെ ഫൈനലിലെ ഇന്ത്യയുടെ മധുരമുള്ള പ്രവേശത്തെക്കുറിച്ച്. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച വാർത്തയിലേക്ക് ആദ്യം പോകുന്നു. 2020 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ, സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 68 റൺസിന് ആധികാരികമായി തകർത്താണ് ഇന്ത്യയുടെ മുന്നേറ്റം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 71 റൺസ് എടുത്തപ്പോൾ ഇംഗ്ലണ്ട് 16.4 ഓവറിൽ 103 റൺസിന് ഓൾ ഔട്ടായി. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ അക്സർ പട്ടേലും കുൽദീപ് യാദവുമാണ് ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞത്. അക്സർ പട്ടേലാണ് മാൻ ഓഫ് ദി മാച്ച്. സൂര്യകുമാർ യാദവ് 47 റൺസ് എടുത്തു. 25 റൺസുമായി ഹാരി ബ്രൂക്കാണ് ഇംഗ്ലീഷ് ബാറ്റർമാരിലെ ടോപ്പ് സ്കോറർ. ഇംഗ്ലണ്ടിന്റെ 7 ബാറ്റർമാർ 2 അക്കം കാണാതെ ഇന്നലെ പുറത്തായി. എസ് ലല്ലു ചേരുന്നുണ്ട് നമ്മോടൊപ്പം ടെലിഫോണിൽ. ലല്ലു, മത്സരം ആവേശകരമായിരുന്നു. പ്രത്യേകിച്ചും ഈ മഴ ഇടയ്ക്ക് രസം കൊല്ലി എത്തിയപ്പോൾ പക്ഷേ ഒരുപാട് ഹാർഡ് കോർ ക്രിക്കറ്റ് ഫാൻസ് അല്ലാത്തവർ ഒന്ന് പോയി കിടന്നുറങ്ങാൻ സാധ്യതയുണ്ട്. അതിനുശേഷമാണ് വീണ്ടും മത്സരം പുനരാരംഭിക്കുകയും ഇന്ത്യ ഇങ്ങനെ ഒരു മനോഹര ജയം സ്വന്തമാക്കുകയും ചെയ്തത്. ഈ അത്ര മികച്ച ഒരു ടോട്ടൽ ആയിരുന്നു ഈ 172 എന്നുള്ളത് ആ പിച്ചിൽ. നമുക്കറിയാം ഇന്ത്യൻ ഇന്നിങ്സിന്റെ ഏതാണ്ട് 7-8 ഓവറുകൾ കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. ഏതാണ്ട് 1 മണിക്കൂർ നേരം മഴ പെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഇത് ചോദിച്ചത് 171 എന്ന ടോട്ടലിനെ കുറിച്ചാണ്. തീർച്ചയായും അവിടെ ഗയാനയിലെ ആ പിച്ചുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ 171 ഒരു പൊരുതാവുന്ന സ്കോർ തന്നെയായിരുന്നു. കാരണം വളരെ വേഗം കുറഞ്ഞ പിച്ചിൽ ഏറ്റവും നിർണായകമായത് ടോസ് തന്നെയാണ്. ടോസ് നേടിയത് ശർമ്മ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ശേഷം നമുക്കറിയാം ഇന്ത്യയുടെ തുടക്കം മോശമില്ലാത്ത തുടക്കമായിരുന്നു. രോഹിത്തും കോഹ്ലി ചേർന്ന് തുടക്കം നൽകി. അതുപോലെ ഈ ടൂർണമെന്റിൽ അത്ര മികച്ച ഫോമിലല്ല വിരാട് കോഹ്ലി എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പുറത്തായി. അതിനുശേഷം രോഹിത് ശർമ്മ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോഴാണ് മഴ എത്തിയത്. ഏതായാലും 171 എന്ന ടോട്ടലിൽ ഏതാണ്ട് എല്ലാ ബാറ്റ്സ്മാൻമാരും അതിനകത്ത് കാര്യമായി സംഭാവന ചെയ്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ സൂര്യകുമാർ യാദവ് നന്നായി കളിച്ചു. അക്സർ പട്ടേലും അതുപോലെ തന്നെ പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും എല്ലാം തങ്ങൾക്കറിയുന്ന ചെറിയ സ്കോറുകൾ നൽകി 171 എന്ന നിലയിലേക്ക് എത്തിച്ചു. പലപ്പോഴും ബാറ്റിംഗ് വളരെ ദുഷ്കരമാകുന്ന ഒരു പിച്ചാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബോള് ബാറ്റിലേക്ക് വരാൻ പ്രയാസമുള്ള ഈ പിച്ചിൽ 171 ഒരു മികച്ച ടോട്ടൽ തന്നെയാണെന്ന് പറയാം. കാരണം നമുക്ക് കുൽദീപ് യാദവിന്റെയും അതുപോലെ തന്നെ അക്ഷർ പട്ടേലിന്റെയും രവീന്ദ്ര ജഡേജയുടെ എല്ലാം സ്ലോ ബോളിങ്ങും 7 വിക്കറ്റിലും മനോഹരമായി പന്തെറിയുന്ന ജസ്പ്രീത് ബുംറയുടെ സാന്നിധ്യം എല്ലാം ഉണ്ടാകുന്നത് 171 ഒരു പൊരുതാവുന്ന സ്കോർ തന്നെയായിരുന്നു എന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഇംഗ്ലണ്ട് ഇത്തരത്തിൽ കീഴടങ്ങി കളയുമെന്ന് സത്യത്തിൽ ഒരു ക്രിക്കറ്റ് ആരാധകർ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. സ്കോർ കാർഡ് കണ്ടാൽ തന്നെ അറിയാം. 25 റൺസ് എടുത്ത ഹാരി ബ്രൂക്ക് മാത്രമാണ് അല്പമെങ്കിലും ഇന്ത്യൻ ബൗളിങ്ങിനോട് പിടിച്ചു നിന്നതെന്നാണ് മനസ്സിലാക്കിയത്. ഏറ്റവും മനോഹരമായി പന്തെറിഞ്ഞത് കുൽദീപ് യാദവാണ്. 19 റൺസിന് 3 വിക്കറ്റാണ് കുൽദീപ് വഹിച്ചത്. അക്സറും 3 വിക്കറ്റ് വീഴ്ത്തുന്നു. 2 റൺഔട്ടുകൾ സംഭവിക്കുന്നു. കളിയുടെ സമസ്ത മേഖലയിലും ഇംഗ്ലണ്ടിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിലെ വേഗം കുറഞ്ഞ പിച്ചുകൾ ഒരു പക്ഷേ ഈ ഒരു 2020 ലോകകപ്പിന്റെ രസം കെടുത്തുന്നുണ്ടാവാം. നേരത്തെ പറഞ്ഞ ഒരു ബാറ്റ്സ്മാൻമാരുടെ ഒരു ആധിപത്യമുള്ളൊരു മേഖലയാണല്ലോ ഈ 2020 ക്രിക്കറ്റ് എന്നുള്ളത്. പക്ഷെ താരതമ്യേന കുറഞ്ഞ സ്കോറുകൾ. സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാൻ 56 റൺസിന് ഓൾ ഔട്ടായത് നമ്മൾ ഓർക്കണം. ഏതായാലും വളരെ മികച്ച 2 ടീമുകളാണ് ഫൈനലിലേക്ക്. ഈ ടൂർണമെന്റിൽ തോൽവി അറിയാത്ത 2 ടീമുകൾ ഫൈനലിലെത്തുന്നു.
സെമി ഫൈനലിൽ ആധികാരികമായി ജയിച്ച 2 ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സമീപകാലത്ത് സംഭവിക്കുന്ന ഏറ്റവും ആവേശകരമായ ഒരു ഫൈനലായിട്ടും ശനിയാഴ്ച നടക്കുമെന്നാണ് തോന്നുന്നത്. റൈറ്റ്. എസ് ലല്ലു ആണ് ചേർന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകൻ മുൻ KCA സെക്രട്ടറി ഡോക്ടർ N അജിത് കുമാർ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ അജിത് കുമാർ, എന്താണെങ്കിലും വെരി സോറി, രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് ഞാൻ തന്നെയാണ്. ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞ് ലേറ്റായി ഉറങ്ങിയെന്ന് അറിയാം. എങ്കിൽ പോലും ഈ ക്രിക്കറ്റിന്റെ സന്തോഷത്തിൽ എഴുന്നേൽപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്നാണെങ്കിലും ഒരുപാട് സന്തോഷം ഈ രാവിലെ തത്സമയം ചേരുന്നതിന്. ഡോക്ടർ അജിത് കുമാർ, ഈ 171 എന്ന ടോട്ടൽ പടുത്തുയർത്തുന്നു. 172 റൺസ് വിജയലക്ഷ്യം. ഇംഗ്ലണ്ട് ഇങ്ങനെ പെട്ടെന്ന് ലാല് സൂചിപ്പിച്ച പോലെ ഇത്രമാത്രം പെട്ടെന്ന് ഇങ്ങനെ കീഴടങ്ങുമെന്ന് കരുതിയിരുന്നു? ഒരിക്കലുമില്ല. കാരണം ബട്ട്ലറിന്റെ തുടക്കം ഗംഭീരായിരുന്നു. ഞാൻ പേടിച്ചുപോയി. കാരണം എനിക്ക് വീണ്ടും പഴയ കഴിഞ്ഞ 2022 ഫൈനലാണ് ഓർമ്മ വന്നത്. ബട്ട്ലറും അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ജെയ്സൺ റോയ് ആയിരുന്നു. ഇന്ന് ഇത്തവണ സോൾട്ട് അതിനേക്കാളും ഡേഞ്ചറസ് ആണ്. നമുക്ക് കണ്ടതാണല്ലോ സോൾട്ട് IPL KKR വേണ്ടി കളിച്ച ഇന്നിങ്സുകൾക്കൊന്നും ഞാൻ മറന്നിട്ടില്ല. അപ്പം ബട്ട്ലറിന്റെ ആ തുടക്കം കണ്ടപ്പം പറയുമ്പോഴേക്കും സ്കോർ 34. ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞ തവണത്തെ അതേ ഒരു റിപ്പീറ്റ് ആവാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് രോഹിത് ശർമ്മയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു അക്ഷർ പട്ടേലിനെ ആ പവർ പ്ലേയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ട് ഞാൻ കാണുന്നത്. ആ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ബട്ട്ലറിന്റെ വിക്കറ്റ്. ഞാൻ പറഞ്ഞത് ഇന്നലത്തെ മത്സരം മാറ്റിയത് ബട്ട്ലറിന്റെ ആ ഒരു വിക്കറ്റാണ്. ബട്ട്ലർ 34 for 1 ആയപ്പം പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. കാരണം ബട്ട്ലറിലായിരുന്നു അവര് കംപ്ലീറ്റ് എല്ലാവരുടെയും അവരെ പ്രതീക്ഷ. പറയുമ്പോഴേക്കും പിന്നെ ബുംറ വന്നിട്ട് സോൾട്ടിനെ എടുത്തു. 2 വിക്കറ്റ് പെട്ടെന്നായി. ബേഴ്സ്റ്റും അക്ഷർ പട്ടേൽ എടുത്തതോടെ പിന്നെ അവിടെ ഒരു ഡിസറെ എന്നൊരു തോന്നൽ. കാരണം ബേഴ്സ്റ്റു 0-നാണ് പോകുന്നത്. അതോടെ ആ ഒരു ഡിസറെ, ആ അക്ഷർ പട്ടേലിന് ആ സ്പെല്ലുണ്ടല്ലോ, 3 വിക്കറ്റ്സ് പുള്ളി എടുത്താൽ അത് 3 പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാരെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ലിവിങ്സ്റ്റൺ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ശരിക്കും ഇംഗ്ലണ്ട് സറണ്ടർ ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. ആകെ ബ്രുക്ക് ഇടയ്ക്ക് വന്നിട്ട് ഒരു 25 റൺ എടുത്തു. ബ്രുക്കിന്റെ നല്ല ഇന്നിങ്സ് ആയിരുന്നു. ഞാൻ ഒരിക്കലും ബ്രുക്കിന്റെ ഇന്നിങ്സ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ 25 പറയത്തക്ക ആ ഒരു യൂഷ്വൽ ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സിലേക്ക് പോകും തോന്നിയിരുന്നില്ല. ഏത് സമയത്തുമാണ് കുൽദീപിന്റെ ബോൾ അദ്ദേഹം ഔട്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് നമ്മള് ആ ഒരു മൊമെന്റം ഇംഗ്ലണ്ടിന് തുടക്കത്തിൽ ബട്ട്ലർ ക്രിയേറ്റ് ചെയ്ത മൊമെന്റം പെട്ടെന്ന് ഇംഗ്ലണ്ടിന് വിക്കറ്റുകൾ ഈ കുൽദീപും അക്സറും വന്നിട്ട് 6 വിക്കറ്റും ബുംറ നേരത്തെ ഒരു വിക്കറ്റ് എടുത്ത് പെട്ടെന്ന് അവർ 7 വിക്കറ്റ്സ് ആയി. 7 വിക്കറ്റ്സ് ആയപ്പോഴേക്കും പിന്നെ എനിക്ക് മനസ്സിലായി ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ആർച്ചർ അവസാനം കുറച്ച് സ്കോർ ചെയ്യാൻ നോക്കിയെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട്. 103 ഓൾ ഔട്ട് ആവുന്ന ഞാൻ ഒരിക്കലും ഒരു സെമിഫൈനൽ മത്സരം, അത് പ്രത്യേകിച്ച് ഇത്രയും ഒരു വലിയ സ്റ്റേജ്, ഇത്രയും ലോകകപ്പ് സെമിഫൈനൽ, ഇത്രയും വലിയൊരു സ്റ്റേജില് ഇംഗ്ലണ്ട് 103 ഞാൻ പറഞ്ഞത് വിക്ടറി ആയിരുന്നു. ഇറ്റ് വാസ് എ സറണ്ടർ. ഇന്ത്യൻ ബോളിങ്ങിനോട് ഒരു സറണ്ടർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. ബോളേഴ്സിന്റെ കൺസിസ്റ്റൻസി. വീണ്ടും ബുംറ വന്നിട്ട് ആ ഒരു ക്രൂഷ്യൽ വിക്കറ്റ് എടുക്കുന്നത്, അതായത് എനിക്ക് ഇന്നലെ രോഹിത്തിന്റെ ഡേ ആയിരുന്നു. ഒന്ന്, അദ്ദേഹം അസലായിട്ട് ബാറ്റിംഗ് ചെയ്തു. ക്യാപ്റ്റൻസി വാസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ഒരു പീക്കിലായിരുന്നു. കൃത്യമായിട്ട് ആ ബോളിംഗ് ചേഞ്ചസ് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് പലപ്പോഴും ഞാൻ തോന്നാറുണ്ട് ബോളിംഗ് ചേഞ്ചസിൽ ചെറുതായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോന്ന്. പക്ഷെ ഇന്നലെ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. വെൽ സപ്പോർട്ടഡ് ബൈ ദ ബോളേഴ്സ്. ഈ ബോളേഴ്സിന്റെ ആ സപ്പോർട്ട്, കാരണം എല്ലാവർക്കും ഒരു ജസ്റ്റ് ഒരു 1 point അജണ്ടയാണ്. ഇന്ത്യ ഹാസ് ടു വിൻ. ആൻഡ് 171, താങ്കള് ശ്രീ ലല്ലുവിനോട് ചോദിച്ച ചോദ്യം ഞാൻ കേട്ടു. 171 എന്നൊരു സ്കോർ ഹൈ ആയിരുന്നോ അല്ലെങ്കിൽ ലോ ആയിരുന്നോ എന്ന് ചോദിച്ചപ്പം ഗയാനയില് ആക്ച്വലി 160 പാർ സ്കോർ. അത് തുടക്കത്തിൽ തന്നെ ഗവസ്കറൊക്കെ പറഞ്ഞിരുന്നു 160 പാർ സ്കോർ. അവര് 200 ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ഒരു 170 എന്ന് എത്തിയാൽ തന്നെ ഇറ്റ് വിൽ ബി എ ഗുഡ് സ്കോർ. പിന്നെ 170 എത്തിയപ്പോ തന്നെ നമ്മൾ കണ്ടല്ലോ, കേട്ട് അവരുടെ എക്സ്പേർട്സിന്റെ കമന്റ്സ് പറഞ്ഞപ്പോൾ 170 ഈസ് എ ഗുഡ് സ്കോർ ഓൺ ദ ഗയാന വിക്കറ്റ്. മാത്രം ഇങ്ങനെ ഭാഗ്യത്തിന് മഴ കംപ്ലീറ്റ്ലി മാറി. നല്ല അറ്റ്മോസ്ഫിയറിലാണ് ഇവർ കളിച്ചത്. ഉച്ചയായപ്പോഴേക്കും കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു. അവിടെ ശരിക്കും ആ വെയിലും കൃത്യതയോടെ നമ്മുടെ ബോളേഴ്സിനെ സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു എളുപ്പമൊക്കെ മാറിക്കിട്ടി.
ഫീൽഡിങ്ങും കുറച്ചുകൂടി എളുപ്പമായി. എല്ലാ വിധത്തിലും കൃത്യതയോടെ നാം പറയാം, ഇംഗ്ലണ്ടിന് ആ മഴയുടെ ഇമ്പാക്റ്റും ഒക്കെ അവര് ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇന്ത്യ ബോൾ ചെയ്യാൻ വന്നപ്പോഴേക്കും കാര്യങ്ങൾക്ക് ഇമെയിൽ പറഞ്ഞു ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാക്ട്ലി അത്തരത്തിൽ കാര്യങ്ങളുണ്ട്. ഡോക്ടർ അജിത് കുമാർ, ഒരു നിമിഷം ഞാൻ പി ബാലചന്ദ്രനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. പി ബാലചന്ദ്രൻ ക്രിക്കറ്റ് പരിശീലകൻ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ ബാലചന്ദ്രൻ, ഇപ്പോൾ ഡോക്ടർ അജിത് കുമാർ സൂചിപ്പിച്ച പോലെ അതൊരു ഡിഫീറ്റ് ആയിരുന്നില്ല, ഇറ്റ് വാസ് എ സറണ്ടർ, ഒരു കീഴടങ്ങലായിരുന്നു ഇംഗ്ലണ്ടിൻ്റെത്. കഴിഞ്ഞ സെമി ഫൈനൽ നമ്മൾ മറന്നിട്ടില്ല, അതിൻ്റെ ഒരു ആധി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഇന്നലെ ടെലിവിഷൻ സ്ക്രീനിൽ മുന്നിലിരുന്നതും. എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അത് ഇംഗ്ലണ്ടിന്റെ ഒരു സമ്പൂർണ്ണ കീഴടങ്ങലായിരുന്നില്ലേ സെമിയിൽ? അല്ല, അത് പ്രധാനമായിട്ട് കഴിഞ്ഞ തവണ നടന്ന മത്സരത്തിന്റെ ഇത്തവണത്തെയും സർഫസിന്റെ വ്യത്യാസം തന്നെയാണ്. ഈ പിച്ചില് ഈ കുൽദീപ് യാദവിനെ പോലുള്ള ബൗളറെ ആർക്കും കളിക്കാൻ പറ്റുന്നില്ല. വെസ്റ്റ് ഇൻഡീസിലുള്ള ഡ്രൈ ആൻഡ് റഫ് ആയിട്ടുള്ള പിച്ചില് അദ്ദേഹത്തിന് വളരെ അൺപ്ലേയബിൾ ഡെലിവറീസ് തുടർച്ചയായിട്ട് ബോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൽ മാത്രമല്ല, ഇതിന് മുമ്പുള്ള മത്സരങ്ങളിലും നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഈ 3 സ്പിന്നർമാരെ കൈകാര്യം ചെയ്യാതെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിന്റെ ഫീൽഡിംഗ് വളരെ ഉന്നതമായ ഒരു നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് ത്രൂ ദ ടൂർണമെന്റ്. പിന്നെ ഡോക്ടർ അജിത്ത് പറഞ്ഞ പോലെ തന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയുടെ മികവും പല ദിക്കിലും നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇതിന്റെയൊക്കെ ഒരു ആകത്തുകയാണ് ഈ ഇംഗ്ലണ്ടിന്റെ സറണ്ടർ. കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന ആ പിച്ചോ അല്ലെങ്കിൽ ആ സാഹചര്യവുമായിട്ട് ഇപ്പൊ നമ്മൾ ഒന്നിനെയും അതിനെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ജയിക്കുമ്പോൾ പല കാര്യങ്ങളും കൂടെ മറന്നു പോകുന്നു എന്നുള്ളത് ഒന്ന് ഈ വിരാട് കോഹ്ലിയുടെ ഓപ്പണിംഗ് എന്നുള്ള ഈ തുടർച്ചയായ പരാജയമാണ്. അത് എന്തുകൊണ്ട് ഇനിയും അത് മാറ്റി പരീക്ഷിക്കാൻ തയ്യാറാവുന്നില്ല? കാരണം ഈ വിന്നിംഗ് കോമ്പിനേഷൻ തുറന്നുകൊണ്ടിരിക്കുക എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണയാണ് അത് വാസ്തവത്തില്. അത് T20 ഒരിക്കലും നമ്മളൊരു നേരത്തെ തന്നെ ഒരു ഫിക്സ്ഡ് പ്ലാനോടുകൂടെ പോകരുത്. എപ്പോഴും നമ്മൾ ടൂർണമെന്റ് ഇടയിൽ പോലും കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കാണിക്കണം. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ഓപ്ഷൻസും ഉണ്ട് വാസ്തവം പറയാം. അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിനെ മധ്യനിരയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഓപ്പണറെയും കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിജയങ്ങളുടെ ഇടയിലും ഇങ്ങനെയുള്ള ഒരു വലിയ പരാജയം, കാരണം ലോകത്തിലെ ഏറ്റവും നല്ലൊരു ബാറ്റർ എന്ന് പറഞ്ഞ ഒരാള് ഇങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുന്നത് കഷ്ടമാണ് ശരിക്കും. ഇതൊക്കെയാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി നമ്മൾ ജയിച്ചു എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പൊ മറ്റ് വിരാട് കോഹ്ലിയുടെ കേസ് മാത്രമല്ലല്ലോ, ശിവൻ ദുബെ, രവീന്ദ്ര ജഡേജ ഇന്നലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു 9 പന്തിൽ സ്കോർ ചെയ്തു. ആരെങ്കിലും ഒരാളെ മാറ്റിയിട്ട് ഒരു ഫുൾ ടൈം ഓപ്പണറെ കളിപ്പിക്കുന്നതിനോ അതല്ലാന്നുണ്ടെങ്കിൽ സഞ്ജു സാംസനെ പോലെ പുതിയ പ്ലെയറെ ട്രൈ ചെയ്യുന്നതിലൊന്നും യാതൊരു അറപ്പും വിചാരിക്കേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ദ്രാവിഡിന്റെ ഒരു പാറ്റേൺ എന്നും അങ്ങനെയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ODI നമ്മൾ ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടത്തിയ സമയത്തും അതെ, നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നപ്പോ ഒന്നും ചെയ്തില്ല. അവസാനം തോൽക്കണ സമയത്താണ് പല കാര്യങ്ങൾ അത് മതിയായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതിലർത്ഥമില്ല. കുറച്ചും കൂടെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് വേണം ടീമില്. ഇപ്പൊ ഈ ജയിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു കാര്യം മറന്നു പോകരുത് എന്നുള്ളൊരു ധാരണയും കൂടെ എനിക്കുണ്ട്. ഇതേ ഒരു മാതൃക അല്ലെങ്കിൽ ഇതേ ഒരു രീതിയിൽ തന്നെ ഇന്ത്യ ഈ ബ്രിഡ്ജ് ടൗണിലേക്ക് എത്തുമ്പോൾ സാഹചര്യം അത്തരത്തിൽ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ ശ്രീ ബാലേന്ദ്രൻ? തീർച്ചയായിട്ടും. ഞാൻ പറയും, ഇതുപോലത്തെ ഒരു പിച്ചാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവർ ഇന്ത്യൻ ടൂർ വന്ന സമയത്ത് എപ്പോഴാണ് കളിച്ചേക്കണേ? സ്ലോ ടേണേഴ്സിൽ അവർക്ക് ഭയങ്കര സ്ട്രഗിളാണ്. അവർക്ക് അത്രയും ക്വാളിറ്റി ബോളിംഗ് ഇതേവർ കളിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ മാച്ച് പോലും ഞാൻ പറയുകയാണെങ്കിൽ രണ്ടാമത്തെ അഫ്ഗാനിസ്ഥാനായിട്ടുള്ള ഒരു 5 റണ്ണോ 6 റണ്ണോ ഒരു സെക്കൻഡ് വിക്കറ്റ് വീണിട്ട് ഇവർ അപ്പീൽ ചെയ്യാണ്ട് കളഞ്ഞു. ഓർക്കുന്നുണ്ടാവുന്നെങ്കിൽ അതൊരു റിവ്യൂ ചോദിച്ചില്ല, അപ്പീൽ പോലും ചെയ്തില്ല. ഒരു പക്ഷേ ആ വിക്കറ്റ് കൂടെ വീണിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ അവർ സ്ട്രഗിൾ ചെയ്തേനെ. കാരണം അഫ്ഗാനിൽ നല്ല സ്പിൻ ബോളേഴ്സ് ഉണ്ട്. പിന്നെ അതങ്ങനെ പോയി എന്ന് മാത്രം. അല്ലെങ്കിൽ ഒരു 6 റണ്ണ് 2 വിക്കറ്റ് ഒക്കെയാണ് ചിലപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ കാര്യം പറയാൻ പറ്റില്ലായിരുന്നു ആ മാച്ചിൽ. പിന്നെ ടാർഗറ്റ് 55-56 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എത്തിപ്പെടുമായിരിക്കും. ബട്ട് അവരൊരിക്കലും കംഫർട്ടബിൾ അല്ല. ടേണേഴ്സിന് കംഫർട്ടബിൾ അല്ല. ഈ അക്ഷർ പട്ടേലും അതുപോലെ കുൽദീപ് യാദവും ഇതുപോലെ ബോൾ ചെയ്തുകൊണ്ടിരിക്കുകയും ഇന്ത്യൻ ഫീൽഡേഴ്സിന്റെ സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോഹ്ലിയുടെ ഭാഗത്തിന് കോൺട്രിബ്യൂഷൻ വരണം. കാരണം പൊതുവെ ആരും റണ്ണടിക്കുന്നില്ല. ഇപ്പം രോഹിത് ശർമ്മയുടെ ഒരു ചിറകിൽ മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ഈ നോക്കൌട്ട് സ്റ്റേജ് എത്തിയപ്പോഴേക്കും. പിന്നെ സൂര്യകുമാർ റൈറ്റ് ടൂർണമെന്റ് ചെയ്തു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ 25-ന് മേലെ ആരും അടിക്കുന്നില്ല. അതുണ്ട്, അതെല്ലാം കാണണം. പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ശ്രീ പി ബാലചന്ദ്രൻ. ഡോക്ടർ അജിത് കുമാർ, ഇപ്പോൾ ശ്രീ ബാലചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഈ ജയത്തിന്റെ ആഘോഷത്തിൽ മതിമറക്കുന്നതിനിടയിലും ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഫൈനലാണ് ഈ നമ്മളിപ്പോൾ എത്രാമത്തെ തുടർച്ചയായ ഫൈനലാണ് ലോകവേദിയിൽ. ഇനിയും ഒരു ഫൈനൽ തോൽവി അത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് അത് പറ്റില്ല, താങ്ങാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ഫൈനലിൽ ഒരു മാറ്റി ചിന്തിക്കാനുള്ള ഒരു ധൈര്യം രാഹുൽ ദ്രാവിഡ് കാണിക്കുമോ? തീർച്ചയായും ഇന്ത്യക്കാണ് ചാൻസ്. കാരണം ബാർബഡോസ് ഒരു
എന്നും ഒരു ട്രഡീഷണലി ഒരു ഫാസ്റ്റ് വിക്കറ്റ് ആണ്. അത് ആക്ച്വലി അത്രയും സ്ലോ വിക്കറ്റ് അല്ല. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പോർട്ട് ഓഫ് സ്പെയിൻ ആണെങ്കിൽ ഞാൻ വേറെ പറഞ്ഞേ, ഇത് ബാർബഡോസ് ആണ്, ബ്രിഡ്ജ്ടൗൺ ബാർബഡോസ് ആണ്. ബാർബഡോസ് ഒരു പണ്ട് മുതൽ ട്രഡീഷണൽ, അത് ഈ നമ്മുടെ സോബേഴ്സിന്റെ സ്ഥലമാണിത്, ഈ ബ്രിഡ്ജ്ടൗൺ എന്നുള്ളത്. അപ്പൊ ഈ ട്രഡീഷണലി ഫാസ്റ്റ് ബോളേഴ്സിന് ഫേവറബിൾ ആവുന്ന ഒരു വിക്കറ്റാണ് ബാർബഡോസ്. അത് ഞാൻ എന്നും കണ്ടിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇന്ത്യക്കാര് മനസ്സിൽ വെച്ചേ പറ്റും. കഴിഞ്ഞ ഈ കുൽദീപിനും അക്സറിനും ഈ ഗയാനയിൽ പറ്റിയതുപോലെ ബാർബഡോസിൽ പറ്റുമെന്ന് തീർച്ചയായും. ഗയാന പണ്ട് മുതൽ ട്രഡീഷണൽ, ഗയാനയും പോർട്ട് ഓഫ് സ്പെയിനും ആണ് പണ്ട് മുതലേ ഈ ഒരു സ്പിന്നിങ് വിക്കറ്റ്സ് എന്ന് നമ്മള് ഇവര് പറയാറുള്ളത്. പക്ഷെ ബ്രിഡ്ജ്ടൗൺ അങ്ങനെയല്ല. ബ്രിഡ്ജ്ടൗൺ ഇസ് എ ഡിഫറെന്റ് പ്ലേസ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സ് കുറച്ചും കൂടി കെയർഫുൾ ആവണം. ബോളേഴ്സ് ഇത്രയും എളുപ്പത്തിൽ ഇങ്ങനെ കിട്ടിയതുപോലെ അവർക്ക് പർച്ചേസ് കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമില്ല. അല്ല, ഈ ശ്രീ ബാലേന്ദ്രൻ സൂചിപ്പിച്ച പോയിന്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അറിയാൻ. അതായത് വിരാട് കോഹ്ലി, ശിവം ദുബെ, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും ഫൈനലിൽ എന്നുള്ളതാണ് പ്രശ്നം. മാറ്റി ചിന്തിച്ചുകൂടെ എന്നുള്ളതാണ്. ഞാൻ ബാലേപ്പനോട് പറയുന്നത് വളരെ 100% അദ്ദേഹം കറക്റ്റ് വ്യൂ ആണ് പറഞ്ഞത്. എക്സാക്ട് എന്താ നമ്മളെല്ലാവർക്കും തോന്നുന്നതാണ് ശ്രീ ബാലേന്ദ്രൻ പറഞ്ഞത്. കാരണം വിരാട് കോഹ്ലിയുടെ ഈ ഒരു ഡിപ്രസിങ് ഫോം, ആ ഒരു 37 റൺ അദ്ദേഹം അഫ്ഗാനിസ്ഥാനോട് എടുത്തു നിന്ന് മാറ്റി നിർത്തിയാല് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഡിപ്രസിങ് ആണ്. നമുക്ക് എന്തൊരു വിഷമം. ക്രൂഷ്യൽ മാച്ചസിലൊക്കെ ഓസ്ട്രേലിയയിട്ടൊക്കെ ആദ്യത്തെ ബോൾ 5ാമത്തെ ബോളിന് ഔട്ടായി വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ക്രൂഷ്യൽ മാച്ചായിരുന്നു ഓസ്ട്രേലിയയായിട്ട്. ആ മത്സരം ഇങ്ങനെ അദ്ദേഹം ഫെയിൽ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ആക്ച്വലി പൊസിഷൻ നമ്പർ 3 ആണ്. ODI നമുക്ക് നന്നായിട്ട് T20 അദ്ദേഹം നമ്പർ 3 ഇത്രയും എല്ലാ സ്കോറിങ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ വീണ്ടും നമ്പർ 3 വിട്ട് ജയ്സ്വാളിനെ ഓപ്പൺ ചെയ്യിക്കുക. വിശ്വം ദുബെക്ക് പകരം ജയ്സ്വാൾ അല്ലെങ്കിൽ സഞ്ജു തന്നെ ഓപ്പൺ ചെയ്യുമല്ലോ. ഒന്നുകിൽ സഞ്ജു അല്ലെങ്കിൽ ജയ്സ്വാളിനെ ഓപ്പൺ ചെയ്യും. എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഇൻഡിക്കേഷൻ സഞ്ജു ആണ് ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ ടു ഓപ്പൺ ദ ഇന്നിങ്സ് വിത്ത് രോഹിത്. അവര് നല്ല പാർട്ട്ണർഷിപ്പ്. സഞ്ജു നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇപ്പൊ കളിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അത് മാത്രമല്ല ഇപ്പൊ ഒരു ഈ വലിയ സ്റ്റേജ് ഒന്നും സഞ്ജുവിന് വലിയ എഫക്ട് ഒന്നും ചെയ്യില്ല, ഫൈനൽസ് ആണെന്നുള്ളതുകൊണ്ട്. പക്ഷേ ഈ ദ്രാവിഡിന്റെ ഈ കൺസർവേറ്റീവ് മെത്തേഡ്സ് ആണ് നമുക്ക് പലപ്പോഴും വിഷമം തോന്നുന്നത്. എന്ത് വന്നാലും ടീം മാറ്റില്ല. നമുക്ക് ODI കണ്ടല്ലേ, ഒറ്റ ചേഞ്ച് ഉണ്ടായിരുന്നില്ല. അവസാനം അൺഫിറ്റ് ആയിരുന്ന ഹാർദിക് പാണ്ഡ്യയും കൊണ്ടാണ് നമ്മൾ കളിച്ചു. ഹാർദിക് പാണ്ഡ്യ ഇൻജോർഡ് ആയപ്പോഴാണ് സൂര്യകുമാർ ടീമിലേക്ക് വന്നതെന്നല്ലാതെ സെയിം ടീം ആ വിന്നിംഗ് ആദ്യത്തെ മത്സരം നമ്മൾ ഓസ്ട്രേലിയയോട് ജയിച്ചതോടെ പിന്നെ ആ ടീം തന്നെ ത്രൂ ഔട്ട് കളിച്ചു. നമ്മൾ എല്ലാ മത്സരവും ജയിക്കുകയും ചെയ്തു. നമ്മളെ പൂൾ സ്റ്റേജില് 9 മത്സരം ജയിച്ച ഏക ടീം ഇന്ത്യയായിരുന്നു ODI വേൾഡ് കപ്പില്. പക്ഷെ ആ സമയത്തും പലപ്പോഴും നമുക്ക് തോന്നിയിരുന്നു 1-2 ചേഞ്ചസ് വരുത്തിയാൽ നല്ലതല്ലേ. പക്ഷെ ദ്രാവിഡിന്റെ ഈ കൺസർവേറ്റീവ് ആ മെത്തഡോളജി വളരെ കൺസർവേറ്റീവ് ആണ്. ഒരു മാനന്ദൻ പറഞ്ഞ വേർഡ് വളരെ കറക്റ്റ് ആണ്. നോട്ട് അറ്റ് ഓൾ ഡൈനാമിക്. നമുക്കൊരു ഡൈനാമിക് അതാണ് പ്രശ്നം. ഡോക്ടർ അജിത് കുമാർ, ഒരു നിമിഷം കൂടി. ഞാൻ പി രംഗനാഥൻ BCCI മാച്ച് റഫറി നമ്മളൊപ്പം ഉണ്ട്. ശ്രീ രംഗനാഥൻ, ഇപ്പോൾ ഡോക്ടർ അജിത് കുമാർ സൂചിപ്പിച്ച പോലെ ആദ്യം P ബാലചന്ദ്രൻ ക്രിക്കറ്റ് പരിശീലനം അദ്ദേഹമൊക്കെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ നമ്മൾ ഈ ജയത്തിന്റെ സന്തോഷത്തിൽ നിൽക്കുന്നു, ഫൈനലിലേക്കുള്ള ഒരുക്കങ്ങളാണ് ഇനി. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ. ഓപ്പണർ എന്ന റോളിൽ വിരാട് കോഹ്ലിയെ നിലനിർത്തണോ എന്നുള്ള കാര്യത്തിൽ ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ വിരാട് കോഹ്ലിയെ പെട്ടെന്ന് ഓപ്പണിംഗ് പൊസിഷനിൽ നിന്ന് മാറ്റി 3rd നമ്പറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് തന്നെ ഒരു മൊറൽ അത് ഡൗൺ ആകുമോ എന്നുള്ളൊരു സ്വാഭാവിക സംശയം. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒരിക്കലും ഒരു കോമ്പിനേഷൻ ഒരു ക്യാപ്റ്റനോ അല്ലെങ്കിൽ ടീം മാനേജ്മെന്റോ മാറ്റാനായിട്ട് ആവശ്യപ്പെടില്ല. അത് മാത്രമല്ല, വിരാട് കോഹ്ലിയുടെ പോലെയുള്ള ഒരു താരം, അദ്ദേഹത്തിന്റെ ആ ഗ്രൗണ്ടിലുള്ള സാന്നിധ്യം, അദ്ദേഹം പെർഫോം ചെയ്യുന്നോ ഇല്ല എന്നല്ല, പക്ഷെ ആ ടീമിൽ അദ്ദേഹം നിലനിൽക്കുന്നു, ആ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഏറെ പ്രചോദനം നൽകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെയാണ് വിരാട് കോഹ്ലിയെ പോലെയുള്ള പരിചയസമ്പന്നനായ ഒരു താരത്തിന്റെ ആവശ്യം. ഇപ്പൊ നമ്മൾ പറയുന്നു രോഹിത് ശർമ്മ ക്യാപ്റ്റനാണ് അല്ലെങ്കിൽ, പക്ഷെ മുതിർന്ന താരം എന്നുള്ള രീതിയിൽ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും ക്യാപ്റ്റനെ കൂടിയാലോചിക്കുന്നത് തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയെ പോലെയുള്ള മുതിർന്ന താരങ്ങളായിട്ടാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും വളരെ ദയനീയമാണ്, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണമായിക്കൊണ്ട് അദ്ദേഹത്തിനെ ഫൈനലിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെ പൂർണ്ണമായിട്ട് യോജിപ്പില്ല. അല്ലല്ല, ഫൈനലിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യമല്ല, പൊസിഷൻ മാറ്റുന്നത്, ഓപ്പണർ എന്ന റോൾ മാറ്റുന്നത്. അത് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്. ടീമിൽ ഇപ്പൊ ഓപ്പണറായിട്ട് അദ്ദേഹം ഇപ്പൊ എല്ലാ മത്സരങ്ങളിലും ഇറങ്ങുന്നു. അത് മാത്രമല്ല, നമ്മൾ കണ്ടതാണ് ഈ അടുത്ത കാലത്തുള്ള IPL വരെ അദ്ദേഹം ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു 3-4 ഇന്നിങ്സ് അദ്ദേഹം ഫെയിലിയർ ആയതുകൊണ്ട് ഓപ്പണിംഗ് സ്ലോട്ടിന് അനുയോജ്യനല്ല എന്ന് പറയുന്നതിൽ നമുക്ക് അർത്ഥമില്ല. അത് മാത്രമല്ല,
തീർച്ചയായിട്ടും അദ്ദേഹം ഫൈനൽ പോലെയുള്ള ഒരു മത്സരത്തിൽ ഏറെ സമ്മർദ്ദത്തിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അല്ല ശ്രീ രംഗനാഥൻ, ഈ കോഹ്ലിയുടെ ഒരു ജെനുവിൻ പൊസിഷൻ അത് തേർഡ് നമ്പർ അല്ലേ? ശ്രീ രംഗനാഥൻ കേൾക്കാമോ? കേൾക്കാം. കോഹ്ലിയുടെ ഒരു ജെനുവിൻ പൊസിഷൻ അത് തേർഡ് നമ്പർ എന്ന് തന്നെയല്ലേ നമുക്ക് കരുതേണ്ടത്? അല്ല, അദ്ദേഹം ഇപ്പോ IPL-ലൊക്കെ ഇറങ്ങിയേക്കണ ഓപ്പണിംഗ് ആണ്. അത് മാത്രമല്ല ഇപ്പൊ നിരന്തരം അദ്ദേഹത്തിന്റെ ഒരു കരിയറിന്റെ ഒരു അവസാന കാലഘട്ടങ്ങളിൽ പല താരങ്ങളും അങ്ങനെ മാറി അദ്ദേഹത്തിന്റെ സ്ലോട്ട് പരിശോധിക്കുന്നത്. അത് മാത്രമല്ല അദ്ദേഹം ഇപ്പൊ ഏത് പൊസിഷനിലും അനുയോജ്യനാണ്. ഇപ്പൊ ഓപ്പണിംഗ് മാത്രമല്ല, വൺ ഡൗൺ ആണ് അദ്ദേഹം കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന. ടെസ്റ്റിലായാലും അല്ലെങ്കിൽ ഏകദിനത്തിലായാലും അദ്ദേഹം വൺ ഡൗൺ എന്നുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് വരുന്നത്. ഇവിടെ വരുന്നത് ഇപ്പൊ വിരാട് കോഹ്ലി ഓപ്പൺ ചെയ്യുന്നു, 2 റൈറ്റ് ഹാൻഡഡ് ഓപ്പണേഴ്സ്, കൂടാതെ വൺ ഡൗൺ വരുന്നത് ഋഷഭ് പന്താണ്. അപ്പൊ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ അവിടെ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ടീം മാനേജ്മെന്റ് ഒരു തീരുമാനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇപ്പൊ അദ്ദേഹം വൺ ഡൗൺ വന്നാലും മാറ്റങ്ങൾ, ഇപ്പൊ ഒരു പുതിയ ഒരു പ്ലെയറിനെ കൊണ്ടുവരണമെങ്കിൽ ശിവൻ ദുബേനെ മാറ്റിയിട്ട് ഒരു പ്ലെയറിനെ ഇപ്പൊ സഞ്ജു സാംസൺ ആയാലും അല്ലെങ്കിൽ ജയ്സ്വാളിനെ ആയാലും കൊണ്ടുവന്ന് ടീമിന് ഒരു ചാൻസ് എടുക്കാം. പക്ഷെ അത് ഫൈനൽ ബോളിൽ ഒരു മത്സരത്തിൽ അതിന് മുതിരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ ശിവം ദുബയുടെ ഒരു റോള് ഹാർദിക് പാണ്ഡ്യ എന്നും ഒരു പരിക്കിന്റെ നിഴലിലാണ്. അപ്പൊ അദ്ദേഹത്തിന് ഏതെങ്കിലും കാരണവശാൽ പന്തെറിയാൻ വരാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ 1-2 ഓവർ മീഡിയം പേസ് എറിയാനായിട്ട് ശിവൻ ദുബേനെ വിനിയോഗിക്കാനായിട്ട് ക്യാപ്റ്റന് സാധിക്കും. അതാണ് ഒരു മാറ്റം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റാനായിട്ട് തീർച്ചയായിട്ടും രാഹുൽ ദ്രാവിഡിനെ അല്ലെങ്കിൽ രോഹിത് ശർമ്മ മുതിരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച് പി രംഗനാഥൻ. ശ്രീ അജിത് കുമാർ, ശ്രീ രംഗനാഥൻ അത് രാഹുൽ ദ്രാവിഡിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഫൈനൽ എന്നുള്ള ഒരു ഘടകം അതാണ് രംഗനാഥൻ സൂചിപ്പിക്കുന്നത്. ഫൈനലിൽ ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നത് ഗുണകരമാകില്ല എന്നുള്ളത്, അത് അങ്ങനെ തന്നെ നിലനിർത്തണം. അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം എന്താ, ഫൈനൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മച്ച് ബിഗർ സ്റ്റേജാണ്. സ്റ്റേജിനെക്കാളും ഒരു കാര്യം, നമ്മുടെ പ്ലേയേഴ്സൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. ഇപ്പം വെസ്റ്റ് ഇൻഡീസിലെ ഏറ്റവും നന്നായിട്ട് സക്സീഡ് ചെയ്ത് സുനിൽ ഗവാസ്കറിന്റെ കാലം കഴിഞ്ഞിട്ടും ഡെബ്യൂ സീസണിൽ ഏറ്റവും നന്നായിട്ട് സക്സീഡ് ചെയ്ത ഒരു പ്ലെയറാണ് ജയ്സ്വാൾ. ജയ്സ്വാള് വന്ന ഫസ്റ്റ് മത്സരം വെസ്റ്റ് ഇൻഡീസിൽ ഡെബ്യൂ സെഞ്ചുറി. ശരിക്കും ഞാൻ ഇന്നും ഒരു കമ്പാരിസൺ ആണ്. സുനിൽ ഗവാസ്കർ 1971 ആദ്യമായിട്ട് ഇറങ്ങിയിട്ട് ഇത്രയും നല്ല പെർഫോമൻസ് ഇട്ട ഒരു ഡെബ്യൂ സീരീസ് ആണ് വെസ്റ്റ് ഇൻഡീസിൽ 774 റൺസ്. അതിന് കമ്പയർ ചെയ്യാൻ അന്ന് പിന്നെ 5 ടെസ്റ്റ് നമ്മൾ കളിച്ചു. ഇന്ന് ആകെ 2 ടെസ്റ്റിലും ഇത്രയും സൂപ്പർ പെർഫോമൻസ് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ജയ്സ്വാൾ. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ രംഗൻ സൂചിപ്പിച്ചതിന് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട്, ശരിയുണ്ട്. പക്ഷെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഓപ്പണിംഗ് തന്നെ ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശിവം ദുബെയുടെ പൊസിഷൻ ഹാർദിക് പാണ്ഡ്യയുടെ ഇഞ്ചുറിയുടെ മുകളിൽ എന്നുള്ളത് അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാ പിന്നെ ഹാർദിക് പാണ്ഡ്യ ഇഞ്ചുറിയുടെ ലെവലിലാണെങ്കിൽ ടീമിലെടുക്കാൻ പാടില്ല. അദ്ദേഹം ഫുള്ളി ഫിറ്റ് ആണ്. ഇപ്പൊ നമുക്ക് പെർഫോമൻസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം ഇപ്പൊ ഫുള്ളി ഫിറ്റ് ആണ്. അത് യങ്സ്റ്റേഴ്സ് അല്ലേ, അവർക്ക് ഈ ഫിറ്റ്നസ് തിരിച്ചു കിട്ടിയാൽ പിന്നെ കാര്യം ODI വേൾഡ് കപ്പിന് ശേഷമുള്ള ആ ഒരു ഇഞ്ചുറി ഒക്കെ അതൊക്കെ പഴയ കാലമാണ്. അദ്ദേഹം IPL മുഴുവൻ കളിച്ചില്ലേ, എല്ലാ മത്സരങ്ങളും മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായിട്ട് എല്ലാ മത്സരങ്ങളും കളിച്ചു. അപ്പൊ അതൊക്കെ കാണുമ്പം അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിനെ കുറിച്ച് എനിക്ക് വലിയ ആ പോയിന്റിൽ ശിവം ദുബെ എടുക്കണമെന്ന് എനിക്ക് തീരുമാനില്ല. ശിവം ദുബെ ആക്ച്വലി ഈ ടീമിൽ ഇപ്പോൾ ഒരു ലയബിലിറ്റി ആയിരിക്കാം, ക്ലിയർ ലയബിലിറ്റിയാണ്, യാതൊരു സംശയമില്ല. ബാറ്റും ചെയ്യണില്ല, ബോളും ചെയ്യണില്ല. ആകെ USA ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മളൊന്ന് മാറ്റി നിർത്തിയാൽ ശിവം ദുബെയുടെ പെർഫോമൻസ് എന്ന് ബാറ്റ് ചെയ്യാൻ ഇറങ്ങി അദ്ദേഹം പെർഫോമൻസ് ഫസ്റ്റ് ബോൾ ഹാർദിക് പാണ്ഡ്യ ആൻഡ് ശിവം ദുബെ കണ്ടിന്യൂസ് ബോൾസിന് ഔട്ടായത്. നമ്മൾ അത് നല്ല ക്രൂഷ്യൽ പോയിന്റ് ആണ്. 146 എന്ന സ്കോറിൽ 146 for 4, 146 for 5. എന്താ ഈ പറയണേ, 2 കണ്ടിന്യൂസ് ബോൾസിന് ഔട്ട് ആവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ജോർഡന്റെ ബോളിംഗ് ഓഫ്കോഴ്സ് അദ്ദേഹത്തിന്റെ അത് ബോളിംഗ് അല്ലല്ലോ. ഇപ്പം ബാറ്റ്സ്മാൻ നമ്മള് പ്രതീക്ഷിക്കുന്നല്ലേ, ലെഫ്റ്റ് ഹാൻഡറേയും കണ്ടിന്യൂസ് ബോൾസിന് ഔട്ട് ആവുക. അത് മറ്റേ 2 സോളിഡ് ബാറ്റ്സ്മാൻമാരാണ് ഔട്ട് ആയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോഴാണ് പെട്ടെന്ന് 146-5 ആയപ്പോ ഞാനൊക്കെ ഒന്ന് നിർത്തി, അയ്യോ 150 പോവോ നമ്മള് എന്നുള്ള തോന്നലുണ്ട്. പിന്നെയാണ് അക്ഷറിന്റെ ഒരു മിടുക്കില് നമ്മള് 170 എത്തിയത്. പക്ഷെ അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഒരു മേജർ ബാറ്റ്സ്മാൻ ബാറ്റിങ്ങിലാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ കോൺട്രിബ്യൂഷൻ, അല്ലാണ്ട് അദ്ദേഹത്തെ ബോളിംഗ് ഒരു ബാറ്റ്സ്മാൻ ഹു ക്യാൻ ബോൾ എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം. പക്ഷെ ഈസ് എ ബാറ്റ്സ്മാൻ. അദ്ദേഹത്തെ ബാറ്റ്സ്മാൻ എന്ന നിലയിലാണ്, അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പെർഫോമൻസിലാണ് അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യൻ ടീമിൽ എടുത്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ടോട്ടൽ ഫെയിലിയർ. അദ്ദേഹത്തെ മാറ്റാവുന്നതാണ്, യാതൊരു സംശയമില്ല. എന്റെ തോന്നല് ജയ്സ്വാളിന് അദ്ദേഹത്തിന് വേറെ വന്ന് അദ്ദേഹം ഓപ്പൺ ചെയ്താൽ ഈ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഇഷ്യൂ തീരും. ഋഷഭ് പന്ത് നടുവിൽ വരും. അദ്ദേഹം ഈ ദുബൈയുടെ സ്ഥലത്ത് വന്നാൽ നമുക്ക് വീണ്ടും ആ ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ ആ ഒരു അഡ്വാൻറ്റേജും കിട്ടും.
എന്റെ ഇപ്പോഴും ഫീലിംഗ് വിരാട് കോഹ്ലി നമ്പർ 3 ഇറങ്ങണം. നമ്പർ 3 ഇറങ്ങിയാൽ അദ്ദേഹത്തിന്റെ പഴയ പെർഫോമൻസിലേക്ക് അദ്ദേഹം തിരിച്ചു വരും. അദ്ദേഹത്തിന് ഇൻസൾട്ട് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും പോർ പെർഫോമൻസ് ആയത് ടീമിന്റെ നോപ്പയുടെ പ്രശ്നം നിൽക്കുന്നില്ല. ഇത് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ വേൾഡ്. ഇപ്പൊ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ വേൾഡ് നമ്മളൊന്നും പുറത്തുനിന്നും ഇത്ര പ്രശ്നം നിൽക്കുന്നില്ല. ബട്ട് പൊസിഷൻ ഓപ്പണിംഗിൽ നിന്ന് 1 ഡൗണിലേക്ക് വരിക, ജയ്സ്വാൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ടീമിന് ഏറ്റവും ബെസ്റ്റ് ആവുക. പ്രത്യേകിച്ച് ഫൈനൽസിൽ വി ഹാവ് ടു പ്ലേ വിത്ത് ദ ബെസ്റ്റ് ടീം. അല്ലാണ്ട് ഇപ്പം സെന്റിമെന്റിലൊന്നും ഈ ലോകകപ്പ് ക്രിക്കറ്റിൽ യാതൊരു പ്ലേസും ഇല്ല. ഒരു കാര്യമില്ല. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയെ തോൽപ്പിച്ച ശേഷം, ഓസ്ട്രേലിയയോടുള്ള ജയത്തിന് ശേഷം രോഹിത് ശർമ്മയോട് ഏറ്റവും ഈ മത്സരത്തിൽ നിന്നും ഗെയിൻ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചപ്പോൾ രോഹിത് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞത് ഓസ്ട്രേലിയ ഈ ടൂർണമെന്റിൽ ഇനി ഇല്ലല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് രോഹിത് അന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടത്. ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ ദക്ഷിണാഫ്രിക്കയാണ്. ഓസ്ട്രേലിയ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വീണ്ടും ചങ്കെടുപ്പ് കൂടിയാണ്. ദക്ഷിണാഫ്രിക്ക പതിവിന് വിപരീതമായി ഏറ്റവും ദൗർഭാഗ്യം പിടികൂടുന്ന ടീമാണ്. പക്ഷേ ഇക്കുറി ഈ ടൂർണമെന്റിൽ ഒരു ഭാഗ്യത്തിന്റെ പെരുമഴയിലാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിലേക്ക് എത്തിയത് ഒരുപാട് തവണ. അപ്പോൾ ഈ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ, അതിൽ എന്താണ് പ്രതീക്ഷിക്കുക അജിത് കുമാർ? തീർച്ചയായിട്ടും ഭാഗ്യം മാത്രമല്ല എൽദോ, തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസ് ഓൾസോ വാസ് എക്സലന്റ്. കാര്യം ഇംഗ്ലണ്ട് ആയിട്ടുള്ള മത്സരം ഞാൻ പറയാം, അതെ അതൊരു ഭാഗ്യമായിരുന്നു. 163 എടുത്തപ്പം ഇംഗ്ലണ്ട് 156 അവർക്ക് ചുട്ടാൻ പറ്റിയത്. പ്രത്യേകിച്ച് അവസാനം 135 for 2 ആയിരുന്നു ഇംഗ്ലണ്ടാണ് പെട്ടെന്ന് 156 ഓൾ ഔട്ട് ആയത്. ആ ഒരു മത്സരം നമ്മളൊന്ന് മാറ്റി നിർത്തിയ അവരുടെ പെർഫോമൻസ് എബോവ്. അവരെ റബാഡയൊക്കെ എന്ത് ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ ജാൻസണും റബാഡയും അവർ രണ്ടുപേരുടെ ബോളിംഗ് പെർഫോമൻസ്, മഹാരാജിന്റെയും ഷംസിയുടെയും ബോളിംഗ് പെർഫോമൻസ്, ഷംസി ഇടയ്ക്ക് വന്നിട്ട് ഒരു 4 വിക്കറ്റൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടെ പെർഫോമൻസ് ടോപ്പ് ക്ലാസ്. ബാറ്റ്സ്മാരെല്ലാരും നല്ല കൺസിസ്റ്റന്റ് ആയിട്ട്, ഡിക്കോക്ക് നന്നായിട്ടുണ്ട്, ഹെൻഡ്രിക്സ് അത് നന്നായിട്ടാണ് അന്ന് സെമിഫൈനൽസിൽ കളിച്ചത്. ഹെൻഡ്രിക്സ് പിന്നെ അവരെ ആദ്യത്തെ 5 ബാറ്റ്സ്മാര് ടോപ്പ് ക്ലാസ് ആണ്. അവരെ 5 ബാറ്റ്സ്മാരും 4 ടോപ്പ് ക്ലാസ് ബോളേഴ്സും ഉണ്ട്. 9 പ്ലേയേഴ്സ് അവരുടെ ടോപ്പ് ക്ലാസ്. അവര് പിന്നെ ചേഞ്ചസ് ഇഷ്ടം പോലെ നടത്തുന്നുണ്ട്. അവർക്ക് ചേഞ്ചസ് നടത്താനായിട്ട് യാതൊരു മടിയില്ലാത്തൊരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. ജയിക്കാൻ വേണ്ടി വന്നു. കാരണം എല്ലാ മത്സരങ്ങളും ജയിച്ചിരിക്കണം. ആദ്യത്തെ സൂപ്പർ 8 ആദ്യത്തെ മത്സരങ്ങളിൽ, ആദ്യത്തെ റൗണ്ട് റോബിനിൽ 4 മത്സരം, സൂപ്പർ 8 3 മത്സരം, ഇപ്പൊ സെമിഫൈനൽ 8 out of 8. ഇന്ത്യ 7 out of 7 ആണ്. ഇന്ത്യയുടെ കാനഡയുടെ മാച്ച് വാഷ്ഡ് ഔട്ട് ആയി. അതുകൊണ്ട് നമ്മൾ ഇന്ത്യ 7 out of 7 ആണ്, അവര് 8 out of 8 ആണ്. 2 ചാമ്പ്യൻ ടീംസ് ആണ്. ഞാൻ ഒരിക്കലും ദക്ഷിണാഫ്രിക്കയെ കുറവായിട്ട് കാണില്ല. കാരണം ആദ്യമായിട്ടാണ് 91 അവർ തിരിച്ചു വന്നതിന് ശേഷം ഒരു ഇന്റർനാഷണൽ ഇവന്റിൽ അവർ ഫൈനൽസ് എത്തുന്നത്. എന്ന് നമ്മൾ ചോക്കേഴ്സ് എന്ന് വിളിച്ചിരുന്ന ഒരു ടീമാണ്. സെമിഫൈനലിൽ തോക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് പ്രധാനപ്പെട്ട മത്സരത്തിൽ അവർ തോൽക്കും. എപ്പോഴും ബെസ്റ്റ് ടീം നെവർ ടു വിൻ. നമ്മുടെ സാധാരണ ഈ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് പറയുന്ന പോലെ ബെസ്റ്റ് ടീം നെവർ ടു വിൻ. അങ്ങനെയായിരുന്നു സൗത്ത് ആഫ്രിക്ക എല്ലാ ലോകകപ്പിനും. ബെസ്റ്റ് അവര് ഫേവറേറ്റ്സ് ആയിട്ട് വരും, പക്ഷെ ഫൈനൽ കാണില്ല. സെമിഫൈനലായിരിക്കും അവർ അങ്ങോട്ട് പുറത്തു പോകും. എന്തെങ്കിൽ റീസൺസ് ബിയോണ്ട് ദെയർ കൺട്രോൾ, വെതർ കണ്ടീഷൻസ് കാരണം അവരുടെ ഒരിക്കലും ഫൈനലിൽ അവർക്ക് എത്താൻ പറ്റിയില്ല. പിന്നെ സെമിഫൈനലില് എല്ലാ മത്സരങ്ങളും ജയിച്ചിട്ട് തോറ്റുള്ള അവസാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ അങ്ങനെയല്ല, അവർ ജയിക്കാൻ വേണ്ടി വന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം അവർ എല്ലാ മത്സരം എനിക്ക് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഞാൻ കാണുകയും ചെയ്തു. കാരണം സൗത്ത് ആഫ്രിക്ക എനിക്ക് എന്താ ഒരു സെന്റിമെന്റലി എനിക്ക് അവരോട് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടീമാണ്. ഭൂരിഭാഗം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ആ ധാരണ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത്തവണയല്ല, എല്ലാ ക്രിക്കറ്റ് ടൂർണമെന്റുകളും ICC ചാമ്പ്യൻഷിപ്പുകളിലും എപ്പോഴും ഇന്ത്യൻ ആരാധകർക്ക് ദക്ഷിണാഫ്രിക്ക അന്ന് ജയിച്ചിരുന്നെങ്കിൽ ഈ സെമി ഫൈനലിലൊക്കെ ഭൂതം അവരെ പിടികൂടിയിരുന്നില്ലെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. സ്വാഭാവികം ഡോക്ടർ അജിത് കുമാർ സൂചിപ്പിച്ച പോലെ. പക്ഷേ ഇത്തവണ അത് വേണ്ട എന്നായിരിക്കും ആഗ്രഹിക്കുക. കാരണം ഇന്ത്യയാണ് എതിരാളികൾ ഫൈനലിൽ, ഇന്ത്യൻ ദക്ഷിണാഫ്രിക്കൻ. താങ്ക് യു സോ മച്ച് ഡോക്ടർ അജിത് കുമാർ. ഈ അതിരാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ന്യൂസ് 18-നൊപ്പം പങ്കുചേർന്നതിന്, ഇന്ത്യയുടെ ഈ മനോഹര ജയം, അത് സെമിഫൈനലിൽ നിന്ന് ഫൈനലിലേക്കുള്ള മുന്നേറ്റത്തിന്റെ കാര്യങ്ങൾ വിലയിരുത്തിയതിന് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. വീണ്ടും നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇന്ത്യ അങ്ങനെ 2020 ലോകകപ്പിന്റെ ഫൈനലിലേക്ക് എത്തി. നാളെയാണ് ഫൈനൽ. നാളെ രാത്രി 8 മണിക്ക് ബാർബഡോസിലാണ്, ബ്രിഡ്ജ് ടൗണിൽ. അവിടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും നമുക്ക് കാത്തിരിക്കാം. എന്താണെങ്കിലും ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് മോർണിംഗ് വൈബ്സ്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള.